മണിപ്പൂരിൽ വീണ്ടും രക്തച്ചൊരിച്ചിൽ. കാങ്പോക്കി ജില്ലയിൽ നടന്ന ആക്രമണത്തിൽ 3 തടു ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ അംഗങ്ങൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ചുരാങ്പൂരിൽ നടന്ന സഭാ നേതാക്കളുടെ യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയായിരുന്നു അക്രമം. അതേസമയം സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിൽ സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്ത് ഇൻഫാൽ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ലിനസ് നെലിയും രംഗത്തെത്തി. ബുധനാഴ്ച രാവിലെ ചുരാചന്ദ്പൂരിൽ നിന്ന് കാങ്പോക്പിയിലേക്ക് യാത്ര തിരിച്ച 2 വാഹനങ്ങളിലായിരുന്നു തടോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷനിലെ അംഗങ്ങൾ സഞ്ചരിച്ചിരുന്നത്. കാങ്പോക്പി ജില്ലയിലെ കോഡ്ജി കോട്ട്ലൻ ഗ്രാമങ്ങൾക്കിടയിൽ വെച്ചാണ് അജ്ഞാത സംഘം വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. കൊല്ലപ്പെട്ടത് കുക്കി വിഭാഗത്തിലെ റവറൽ വി സിറ്റ്ലിംഗ് ഹൌ, റവറൽ കൈഗൌലൈൻ, പാസ്റ്റൽ പാഗൌലൈൻ എന്നീ 3 പേരാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം സംഭവത്തിൽ ദുഃഖവും ആശങ്കയും രേഖപ്പെടുത്തി ഇംഫാൽ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ലിനസ് നെലി സമാധാനത്തിനും ഐക്യത്തിനും ആഹ്വാനം ചെയ്തു. സംഭവത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തിയ ആർച്ച് ബിഷപ്പ് ലിനസ് നെലി സാമൂഹിക അസ്വസ്ഥതകൾ നിറഞ്ഞ ഈ സമയത്ത് പ്രത്യാശയും ആത്മബലവും പകരുന്ന മതനേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ശക്തമായി അപലപിക്കുന്നതായും പ്രസ്താവനയിൽ പറഞ്ഞു. മണിപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഇടവിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണെന്നും മനുഷ്യജീവന്റെ പവിത്രത സംരക്ഷിക്കേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയെ ഇത്തരം സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അക്രമവും പ്രതികാരവും കൂടുതൽ വേദന മാത്രമേ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ ആർച്ച് ബിഷപ്പ് ജനങ്ങൾ ഏറെ ദുരിതങ്ങൾ സഹിച്ചു കഴിഞ്ഞു. ഇനി സമാധാനത്തിനും സൗഹൃദത്തിനും സാധാരണ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനുമുള്ള ആഗ്രഹമാണ് എല്ലായിടത്തും ഉയരുന്നതെന്നും ഓർമ്മപ്പെടുത്തി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത ആർച്ച് ബിഷപ്പ് സമാധാനത്തിന്റെ ദൈവം മണിപ്പൂരിന് സ്ഥിരമായ ഐക്യവും സമാധാനവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പ്രസ്താവന അവസാനിപ്പിച്ചത്. സംഭവത്തിന് പിന്നിൽ തീവ്രവാദ സംഘടനകളുടെ പങ്ക് ഉണ്ടാകാമെന്ന സംശയമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉയർത്തുന്നത്. എന്നാൽ ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. മണിപ്പൂരിൽ മേദി കുക്കി സമൂഹങ്ങൾ തമ്മിലുള്ള സംഘർഷം 3ാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് പുതിയ ആക്രമണം. ഇതിനൊപ്പം ഫെബ്രുവരി മുതൽ ഉക്രുൾ ജില്ലയിൽ ആരംഭിച്ച കുക്കി, ടാങ്കുൾ, നാഗ വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷവും സംസ്ഥാനത്ത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. മണിപ്പൂരിലെ തുടരുന്ന കലാപാന്തരീക്ഷം സമാധാന ശ്രമങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. പുതിയ ആക്രമണം സംസ്ഥാനത്തെ സുരക്ഷാ സാഹചര്യത്തെ വീണ്ടും ചോദ്യചിഹ്നമാക്കുന്നു.